കല്ലിടലും മഹാമഹവും പെൻഷൻ കൂട്ടലും ഒക്കെ നടത്തിയിട്ടുണ്ടോ കോൺഗ്രസ് നേതാക്കന്മാരല്ലോ? എത്ര കൊടുത്തു 5 വർഷം കൊണ്ട്? അതിനെ സംബന്ധിച്ച് കണക്കുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു, ഐ ചലഞ്ച് ചെയ്യൂ എന്നുള്ളത് KPCC പ്രസിഡന്റ് വാചകം ഞാൻ എടുക്കുന്നു. 2011 മുതൽ 2016 വരെ 1600 ആക്കിയിട്ട് UDF നേതാക്കന്മാർ കേരളത്തെ നയിച്ചിരുന്ന കാലയളവിൽ 5 വർഷം കൊണ്ട് നിങ്ങൾ ഈ കേരളത്തിലെമ്പാടും കൊടുത്ത പെൻഷൻ എത്രയാണ്? 9,011 കോടി രൂപ. 9,011 കോടി രൂപ. ഞങ്ങളൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ലല്ലോ. പക്ഷെ 2016 കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 5 വർഷം കൊണ്ട് കൊടുത്ത പെൻഷന്റെ കാശ് എത്രയാണ്? 35,145.62 കോടി രൂപ. അപ്പം നിങ്ങളുടെ 600 എത്ര പേർക്ക് കിട്ടി? നിങ്ങളുടെ 1,200 എത്ര ലക്ഷത്തിന് കിട്ടി? ഏത് ഗുണഭോക്താക്കൾക്ക് കിട്ടി? നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലെന്നുള്ളതല്ല, പലതും എന്താണ്? നമ്മുടെ തിരുവനന്തപുരം മെട്രോ ഇപ്പൊ DPR സമർപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. അന്നേരം കേരള നിയമസഭയിൽ നിന്ന് ഒരു പ്രഖ്യാപനം കേട്ടു, ഇത് ഞങ്ങളുടെ നേതാവ് തറക്കല്ലിട്ടതാണ്. അതേപോലെയാണ് പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ടാകും, 1,500 2,000 ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ വാക്ക് പ്രവൃത്തിയാകാൻ കാരണം കേരളത്തിലെ സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ പിണറായി വിജയൻ ഇരിക്കേണ്ട വന്നു. അതാണ് പ്രത്യേകത.